ശബരിമല സ്വർണ്ണക്കൊള്ള അന്വേഷിക്കുന്ന SIT-യിൽ CPM ബന്ധമുള്ള 2 CI-മാരെ നിയോഗിച്ചത് അന്വേഷണം അട്ടിമറിക്കാനെന്ന പ്രതിപക്ഷ നേതാവ് VD സതീശൻ. നിയമനത്തിന് പിന്നിൽ മുതിർന്ന 2 IPS ഉദ്യോഗസ്ഥരും ക്രൈംബ്രാഞ്ചിലെ ഉന്നതനുമെന്നും ആരോപണം. അമൽ തേനപറമ്പൻ വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുകയാണ്. അമൽ, ആർക്കൊക്കെതിരെയാണ് ആരോപണം? എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ആരോപണം? 2 പുതിയ CI-മാരെ കൂടി അന്വേഷണ സംഘത്തിന്റെ ഭാഗമാക്കുന്നുണ്ട്. ഇപ്പോൾ അന്വേഷണം ഇപ്പോൾ ഉള്ള ആളുകളുടെ എണ്ണം വെച്ചുകൊണ്ട് മുന്നോട്ട് പോകുക എന്ന് പറയുന്നത് ഇത്തിരി പ്രശ്നമാണ്. കാരണം രമേശ് ചെന്നിത്തല ഉന്നയിച്ച ആരോപണമൊക്കെ അല്ലെങ്കിൽ ഒരു വെളിപ്പെടുത്തലൊക്കെ നടന്നിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ തേടി പോവുകയാണെങ്കിൽ ഇതൊരു ഇന്റർനാഷണൽ കണക്ഷനുള്ള സംവിധാനമായി മാറുകയാണ്, ഒരു അധോലോക സംവിധാനമായി മാറുകയാണ്. അപ്പോൾ നമ്മുടെ ഈ SIT-യിലുള്ള ശശിധരനെ കൊണ്ടും ബിജു സാറിനെ കൊണ്ടും അതോടൊപ്പം തന്നെ ഈ പറയുന്ന H. വെങ്കടേഷിനെ കൊണ്ട് മാത്രം കൂട്ടിയാൽ കൂടുന്ന കാര്യത്തിന് അപ്പുറത്തേക്ക് കാര്യങ്ങൾ ഇതിൻ്റെ വ്യാപ്തി അങ്ങ് വളരുകയാണ്. കാര്യക്ഷമതയുള്ള പോലീസും സംവിധാനമൊക്കെയാണ് നമുക്കുള്ളതെന്നൊക്കെ പറയുമ്പോഴും ആളുകളുടെ എണ്ണം ഇപ്പോഴത്തെ ഈ പറയുന്ന സംഘത്തിൽ കുറവാണ്. അതിനാൽ കുറച്ച് ആളുകളെ കൂടി വേണമെന്നൊരു ആവശ്യം അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. 2 CI-മാർ കൂടി വന്നു. പക്ഷേ ഈ പോലീസ് അങ്ങനെയാണെങ്കിൽ അത് കോടതി വഴി വേണ്ടേ? കോടതി വഴി വേണം എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട വിഷയം. ഇതിപ്പോൾ പറയുന്നത് 2 പോലീസ് ഉദ്യോഗസ്ഥരാണ്, രാഷ്ട്രീയ അനുഭവമൊക്കെ ഉള്ളവരാണ് എങ്കിലും അവരും പരീക്ഷ എഴുതി ഈ പറയുന്ന പരിശീലനമൊക്കെ കഴിഞ്ഞ് സർവീസിൽ കയറിയ ആളുകളാണ്. അപ്പോൾ ഇത്തരമുള്ള ആരോപണം വരുമ്പോൾ അതിൻ്റെ എങ്ങനെ പറഞ്ഞതിനെ ന്യായീകരിക്കാൻ CPM ബന്ധമുള്ള പോലീസ് ഉദ്യോഗസ്ഥർ എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെ ബന്ധമുള്ള ഉദ്യോഗസ്ഥരെ കാണില്ല. അപ്പോൾ പ്രതിപക്ഷ നേതാവ് ഇന്ന് പ്രധാനമായും ഉന്നയിക്കുന്ന ആരോപണം എന്ന് പറയുന്നത് SIT-യിലേക്ക് വരുന്ന വിവരങ്ങൾ സർക്കാരിലേക്ക് ചോർത്തി നൽകാൻ വേണ്ടി നിയോഗിച്ചിരിക്കുന്ന 2 പേർ എന്നുള്ളതാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത്. ഈ SIT-യുമായി ബന്ധപ്പെട്ട് നമുക്ക് കോൺഗ്രസ് നേതാക്കന്മാരുടെ ഇടയിൽ 2 അഭിപ്രായമുണ്ട്. അതിപ്പോൾ രമേശ് ചെന്നിത്തലയോട് നമ്മൾ ചോദിച്ചാൽ SIT-യിലെ വിശ്വാസത്തിൻ്റെ കാര്യം ചോദിച്ചാൽ രമേശ് ചെന്നിത്തലയ്ക്ക് പൂർണ്ണ വിശ്വാസമാണ്, ഒരു പ്രശ്നവുമില്ല. ഇന്നലെ രമേശ് ചെന്നിത്തലയോട് ചോദിച്ചു, കടകംപള്ളിയെ ചോദ്യം ചെയ്ത് ശനിയാഴ്ചയാണ് വാർത്ത പുറത്തു വരാൻ ഇത്രയും സമയമെടുത്തല്ലോ, അപ്പോൾ അത് ഇന്ന് കുറച്ചും കൂടി സുതാര്യമാകണ്ടേ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു അതൊക്കെ അവരുടെ കാര്യമില്ല, അവരുടെ അന്വേഷണം നല്ല രീതിയിലാണ് പോകുന്നത് എന്ന് മാത്രമല്ല രമേശ് ചെന്നിത്തലയുടെ പ്രതികരണങ്ങളിൽ ഇടയ്ക്കിടയ്ക്ക് പറയും H. വെങ്കടേഷ് എന്ന് പറയുന്ന ഉദ്യോഗസ്ഥനും ഈ ശശിധരൻ എന്ന് പറയുന്ന ഉദ്യോഗസ്ഥനൊക്കെ എൻ്റെ കീഴിൽ ജോലി ചെയ്തിട്ടുള്ള ഉദ്യോഗസ്ഥരാണ്, വളരെ മികച്ച ഉദ്യോഗസ്ഥരാണ് എന്ന് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷേ മുരളീധരനോട് ചോദിക്കുമ്പോൾ ഇതല്ല, SIT എന്തൊക്കെയോ മറച്ചു പിടിക്കുന്നു, SIT ഇങ്ങനെയൊന്നും അല്ല മുന്നോട്ട് പോകേണ്ടത് എന്നുള്ള അഭിപ്രായം കോൺഗ്രസിലെ മറുവിഭാഗം നേതാക്കൾക്കുണ്ട്. ആ കൂടെയാണ് VD സതീശനുള്ളത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം കോടതിയുടെ ഭാഗത്ത് നിന്ന് ശരി ജാമ്യം പരിഗണിക്കുന്ന കോടതിയാണെങ്കിലും അങ്ങനെ ഒരു പരാമർശം ഉണ്ടായപ്പോൾ പ്രതിപക്ഷ നേതാവ് പറഞ്ഞു ഞങ്ങൾ പറഞ്ഞു ശരിയായി എന്നാണ്. അപ്പോൾ കോൺഗ്രസിന് പ്രതിപക്ഷ നേതാവിന് അങ്ങനെ അഭിപ്രായം നേരത്തെ ഉണ്ട്. അല്ല, പ്രതിപക്ഷ നേതാവ് മുരളീധരൻ അടക്കമുള്ളവർക്ക്, രമേശ് ചെന്നിത്തല ഒഴികെ മറ്റുള്ള ആളുകൾക്ക് ഈ പറയുന്ന അന്വേഷണ സംഘത്തിന്റെ ഇപ്പോഴത്തെ പോക്കിൽ അങ്ങനെ പൂർണ്ണ തൃപ്തി എന്ന് പറയാൻ കഴിയില്ല. കാരണം അവരാദ്യം മുതലേ ഉന്നയിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. തിരഞ്ഞെടുപ്പിന്റെ സമയമായപ്പോൾ ഇതൊന്ന് ബ്രേക്ക് ഇട്ട പോലെ നിന്നു എന്നൊരു കാര്യം അവർ പറഞ്ഞു വെക്കുന്നുണ്ട്. അതെന്തുകൊണ്ട്? അത് സർക്കാരിൽ നിന്നൊരു സമ്മർദ്ദം ഉണ്ടായതുകൊണ്ടാണോ എന്നൊരു ചോദ്യം അവർ ഉന്നയിക്കുന്നു. പക്ഷേ അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും മറ്റൊരു വിഭാഗം കോൺഗ്രസ് നേതാക്കൾ പറയുന്നില്ല. വിപുലീകരണ ആവശ്യം എവിടെ നിന്നാണ് ഉണ്ടായത്? വിപുലീകരണ ആവശ്യം SIT-യുടെ ഭാഗത്തു നിന്ന് തന്നെ ഉണ്ടായതാണ്. കാരണം SIT-ക്ക് നിലവിലെ സ്ട്രെങ്ത് വെച്ച് മുന്നോട്ട് പോകാൻ കഴിയാത്ത തലത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. ഇപ്പോൾ കേരളത്തിൽ മാത്രമല്ല അന്വേഷണം നടക്കുന്നത്, തമിഴ്നാടിൻ്റെ പലയിടങ്ങളിലായി നമ്മുടെ അന്വേഷണ സംഘത്തിൻ്റെ ഭാഗമുണ്ട്. ഇപ്പോൾ ഈ 2 SP-മാരുണ്ട്, മേൽനോട്ടത്തിന് H. വെങ്കടേഷുമുണ്ട്. അപ്പോൾ 2 SP-മാരുടെ കീഴിൽ അതിൻ്റെ താഴെ പല ഉദ്യോഗസ്ഥരുണ്ട്, DYSP-മാരുണ്ട്, അവർക്കൊരു സ്ക്വാഡുണ്ട്, അതിൽ CI-മാരുണ്ട്, അവർക്ക് സ്ക്വാഡുണ്ട്. അങ്ങനെ പല ഇങ്ങനെ ചിതറിക്കിടക്കുന്ന ഒരു അവസ്ഥയാണുള്ളത്. ബാംഗ്ലൂരിൽ അന്വേഷണ സംഘത്തിന്റെ ഭാഗമായിട്ടുള്ള ആളുകൾ പോയിട്ടുണ്ട്, ഹൈദരാബാദിലുണ്ട്. അപ്പോൾ ഇങ്ങനെ ഇത്രയും അടുത്ത് പോയി പരിശോധന നടത്തി ഇതിങ്ങനെ ഓരോ ദിവസവും നമ്മൾ ശരിയാണ്. പക്ഷെ അമൽ നോക്കൂ, വിജിലൻസ് അന്വേഷണം പൂർത്തിയായതിനു ശേഷം അതിന്റെ റിപ്പോർട്ട് കോടതിയെ സമർപ്പിക്കുമ്പോൾ അസാധാരണമായി അപ്രതീക്ഷിതമായി കോടതിയുടെ ഭാഗത്തു നിന്നാണ് SIT കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ രൂപീകരിക്കപ്പെട്ട ഒരു സംഘം വിപുലീകരിക്കുമ്പോൾ SIT-യും കോടതിയും തമ്മിൽ നിരന്തരമായ ആശയവിനിമയമുണ്ട്. ആ വഴി വേണ്ടേ? ആ വഴി വേണമെന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. ആ കാര്യത്തിലാണ് പ്രതിപക്ഷ നേതാവ് പറയുന്നത് ഇവരുടെ നിയമനം തന്നെ കോടതി പുനഃപരിശോധിക്കണമെന്നുള്ളതാണ് പ്രതിപക്ഷ നേതാവ് പറയുന്നത്. കാരണം ഇവരുടെ ബാക്ക്ഗ്രൗണ്ട് പറഞ്ഞിട്ടാണ് പറയുന്നത്. അതിൽ ഒരാൾ നടപടി നേരിട്ട ഒരു ഉദ്യോഗസ്ഥനാണ് എന്നുള്ളൊരു പ്രശ്നം കൂടിയുണ്ട്. ഇതിപ്പോൾ ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് അന്വേഷിക്കുന്ന ഒരു സംഘത്തിൽ ആരോപണ വിധേയർ ഉൾപ്പെടുക എന്ന് പറഞ്ഞാൽ അതിപ്പോൾ എന്ത് പറഞ്ഞാലും ന്യായീകരിക്കാൻ കഴിയുന്ന ഒരു അവസ്ഥയല്ല. രാഷ്ട്രീയ ആരോപണമൊക്കെ മാറ്റി നിർത്താം. അവർ CPM ബന്ധമുള്ളവരാണോ, BJP ബന്ധമുള്ളവരാണോ, കോൺഗ്രസ് ബന്ധമുള്ള, അത് മറ്റൊരു വിഷയം. പക്ഷേ അവർ സർക്കാരിന് ശമ്പളം വാങ്ങുമ്പോൾ അവർ ആ പണി എടുത്താൽ മതി എന്നുള്ളതാണ് അതിൻ്റെ ഒരു കാരണം. അവരിപ്പോൾ സർവീസിൽ തുടരുകയാണ്. അവരുടെ രാഷ്ട്രീയ ബന്ധം പറഞ്ഞ അവരെ ഒരു അന്വേഷണത്തിൽ നിന്നൊക്കെ എത്രത്തോളം മാറ്റി പറ്റില്ല. പക്ഷേ ഈ ആരോപണം നേരിട്ട ഉദ്യോഗസ്ഥർ നടപടി നേരിട്ടവർ അതിലേക്ക് വരുന്നു എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട പ്രശ്നം തന്നെയാണ്. കാരണം അത്രയ്ക്ക് ഗൗരവത്തിലുള്ള ഒരു അന്വേഷണമാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നടക്കുന്നത്. എന്താണ് സംഭവിക്കുന്നതെന്ന് ഇപ്പോഴും നമുക്ക് മനസ്സിലാവുന്നില്ല. ഇവിടെ നിന്നും കാണാതെ പോയ സ്വർണം എവിടെയുണ്ടെന്ന് SIT-ക്ക് പോലും കോടതിക്ക് പോലും അറിയാത്തൊരവസ്ഥയിൽ ഇങ്ങനെ അന്തം വിട്ടു നിൽക്കുന്ന ഒരു അവസ്ഥ. ഇപ്പൊ എന്താണ് SIT ചെയ്തിരിക്കുന്നത്? ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധമുള്ള പ്രമുഖരുടെ പട്ടിക തയ്യാറാക്കുന്നു. രാഷ്ട്രീയ നേതാക്കളിലേക്ക്, അതായത് ഇതുവരെ ഉണ്ടായിരുന്ന ചെറിയ ആളുകളല്ല വലിയ ആളുകളിലേക്ക് അന്വേഷണം നീളുന്നു എന്ന സൂചന വരുന്നു. ആ സമയത്താണ് ഈ പുനഃസംഘടന വരുന്നത്. ആ പുനഃസംഘടനയിൽ രാഷ്ട്രീയ ബന്ധമുള്ളവരെന്ന ആരോപണം ഉണ്ടാകുന്നത് ശരി അവരോ ഇവരോ എന്നുള്ളതിനപ്പുറത്ത് അതിന്റെ സുതാര്യത, അതിന്റെ വിശ്വാസ്യത, അതിനൊക്കെ ബാധിക്കുന്ന കാര്യമല്ലേ?
പക്ഷേ ഇതിനകത്ത് ഈ പ്രതിപക്ഷ നേതാവിന്റെ വിമർശനമൊക്കെ ഒരു പരിധിവരെ യാഥാർത്ഥ്യമാണ്. അവർക്ക് നല്ല സി പി എം ബന്ധമുള്ള പല കേസുകളിലും ഇടപെട്ടിട്ടുള്ള ആളുകളൊക്കെയാണ് ഈ പറയുന്ന ആളുകളൊക്കെ. പക്ഷേ അതിനൊക്കെ ഈ അന്വേഷണ സംഘത്തിൽ 2 CIമാർക്ക് എന്ത് ചെയ്യാനുണ്ട് എന്നൊരു ചോദ്യം കൂടിയുണ്ട്. പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല എന്നുള്ളതാണ് ഈ SITയുടെ കഴിഞ്ഞ കാലങ്ങളിലെ ഒരു നീക്കമൊക്കെ റിപ്പോർട്ട് ചെയ്യാൻ പോയപ്പോഴൊക്കെ എനിക്ക് മനസ്സിലായ കാര്യം. അന്വേഷണമൊക്കെ നിരന്തരമായി വാർത്തകൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പുറത്തേക്ക് വിടുന്നുണ്ട്. അപ്പോഴൊക്കെ ഈ വാർത്തകൾ വരുന്നതിൽ പോലും കടകംപള്ളിയെ ശനിയാഴ്ച ചോദ്യം ചെയ്താണെന്നേ ആ വിവരം പുറത്തു വരാൻ ഇത്രയും സമയമെടുത്തു. അത് അത്രയ്ക്ക് എന്താ പറയുന്നത് രഹസ്യാത്മക സ്വഭാവം കാത്തു സൂക്ഷിച്ചുകൊണ്ടാണ് അന്വേഷണം മുന്നോട്ട് പോകുന്നത്. അതിൽ ഈ ഒരുപക്ഷെ എനിക്ക് തോന്നുന്നത് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കമ്മ്യൂണിക്കേഷൻ നടക്കുന്ന 3 ഉദ്യോഗസ്ഥരെ ഉണ്ടാകും. അതൊന്ന് ബിജോയ് ആയിരിക്കും, ഒന്ന് ശശിധരനായിരിക്കും, എച്ച് വെങ്കടേഷ്. ഇതിനപ്പുറത്തേക്ക് പിന്നെയുള്ള കമ്മ്യൂണിക്കേഷനൊക്കെ താഴെത്തട്ടിലേക്കുള്ള കമ്മ്യൂണിക്കേഷൻ എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾ അവിടെ പോയി എന്തെങ്കിലും കാര്യമുണ്ടെന്ന് അന്വേഷിച്ച് വാ എന്ന് പറഞ്ഞു വിടുന്ന ആളുകളായിരിക്കും, അല്ലെങ്കിൽ മൊഴിയെടുക്കാൻ വിടുന്ന ആളുകളായിരിക്കും. അതിനൊക്കെ അപ്പുറത്തേക്ക് ഈ അന്വേഷണത്തെ അല്ലെങ്കിൽ ഹൈക്കോടതി മേൽനോട്ടത്തിലുള്ള ഇപ്പോഴത്തെ അന്വേഷണത്തെ സ്വാധീനിക്കാൻ അല്ലെങ്കിൽ അതിനെ അട്ടിമറിക്കാൻ 2 CIമാര് നോക്കിയാൽ നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നീട് ചില വിവരങ്ങളൊക്കെ വേണമെങ്കിൽ ചോർത്തി കൊടുക്കാൻ ചിലപ്പോൾ കഴിഞ്ഞേക്കും. അതിനപ്പുറത്തേക്കൊന്നും ഉണ്ടാവും തോന്നുന്നു. ശരി, ചില സമയത്ത് കോടതി SITയുമായി ആശയവിനിമയം നടത്തുമ്പോൾ സർക്കാർ അഭിഭാഷകരെ വരെ പുറത്തു നിർത്തിയ അനുഭവം നമുക്കുണ്ട്. അതിനിടയിലാണ് ഈ 2 ഉദ്യോഗസ്ഥരുടെ ഈ SITയിലേക്കുള്ള കൂട്ടിച്ചേർക്കലിനെ കുറിച്ച് രാഷ്ട്രീയ ആരോപണം ഉണ്ടാകുന്നത്. അമലാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്.